എസ് ശ്രീകാന്ത് പൂരപ്പറമ്പിലുണ്ട്. ശ്രീകാന്ത്, പൂരപ്പറമ്പിൽ ഇതാ ഒരു വലിയ അത്ഭുതമഴ, ഒരു വർണ്ണമഴ, ഒരു 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 വർണ്ണമഴ, ഒരു ജനാരവത്തിനിടയിൽ ഒരു വർണ്ണമഴ പെയ്തു തോർന്നതേ ഉള്ളൂ. ഇനി വെടിക്കെട്ടിനായുള്ള കാത്തിരിപ്പാണ്. കുടമാറ്റം പൂരങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ കുടമാറ്റമായിരുന്നു എന്ന് ഞാൻ പറയും ശ്രീകാന്ത്. വിജയകുമാർ, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വിജയകുമാറിന്റെ ആ വിലയിരുത്തൽ അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു കാലത്ത് ഇതുമാതിരി ഒരു കുടമാറ്റം നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം അത്രയധികം വർണ്ണവൈവിധ്യം, അത്രയധികം സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതാ നമ്മൾ ആദ്യഘട്ടം മുതൽ അവസാനത്തേക്ക് വരുമ്പോഴൊക്കെ ഒന്ന് നോക്കണം. അതായത് പണ്ടൊക്കെ തന്നെ ഈ വർണ്ണക്കുടകൾ മാത്രമായിരുന്നു ഈ കുടമാറ്റത്തിന് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ അത് പിന്നീട് മാറി മറ്റ് പല രൂപങ്ങൾ, ദേവീ രൂപങ്ങൾ ഉൾപ്പെടെയുള്ളവയിലേക്ക് മാറിയിരുന്നു. അതിലിപ്പോൾ കളർ ബൾബുകൾ, ലൈറ്റുകൾ, പുതിയ ലൈറ്റ് സെറ്റിങ്ങുകളൊക്കെ നൽകി വർണ്ണാഭമാക്കി മാറ്റുക എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അത് കണ്ട് മനം നിറഞ്ഞാണ് ഈ പുരുഷാരം മടങ്ങാനൊരുങ്ങുന്നത്. ഒരു വിഷമമുണ്ട് ഈ പൂര നഗരിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഈ മൈതാനത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ. കാരണം ഇതുവരെ ഉള്ളത് കഴിഞ്ഞു പോയല്ലോ, ഇതിലെ ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞു പോയല്ലോ, ഈ കൊല്ലത്തെ ഈ കുടമാറ്റം കഴിഞ്ഞു പോയല്ലോ എന്നുള്ള ഹൃദയം മുഴുവൻ ഒരു വിങ്ങൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇനി ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ് വിജയകുമാർ. ഇതൊന്ന് കാണുന്നതിന് വേണ്ടി, ഇതൊന്ന് അനുഭവിക്കുന്നതിന് വേണ്ടി. ഇനി വെടിക്കെട്ടാണ്, അതിനുള്ള കാത്തിരിപ്പാണ്. ഈ ആകാശ നീലിമയിൽ ഇങ്ങനെ വിവിധ വർണ്ണങ്ങളിലുള്ള നമുക്ക് വെടിക്കെട്ട് ആസ്വദിക്കാൻ സാധിക്കും. വിജയകുമാർ, ഇന്നലെ സാമ്പിൾ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂരിനെ ഇളക്കി മറിച്ചു, പ്രകമ്പനം കൊള്ളിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന വെടിക്കെട്ട് എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ഈ കുടമാറ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ പാറമേക്കാവ്, ഞാൻ പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ മുൻവശത്തു നിന്നും അവരുടെ സാമ്പിൾ കണ്ടതാണ്. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് സാമ്പിളാണ്, തിരുവമ്പാടിക്ക് പിടികൊടുക്കാതെ അവർ പലതും മറച്ചു വെച്ചിട്ടുണ്ട് എന്ന്. ഏതാണ്ട് അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു പാറമേക്കാവ് കുടകൾ ഓരോന്നായി ഉയർത്തിയത്. കാരണം അവർ ആ ക്ഷേത്രമുറ്റത്ത് ഉയർത്തിയ കുടകൾ അല്ലാതെ മറ്റ് അനവധി കുടകൾ അവിടെ ഉയർത്തുന്നതുണ്ടായി. പക്ഷേ ഒരിഞ്ച് പിന്നോട്ട് പോയില്ല തിരുവമ്പാടി. കട്ടയ്ക്ക് തന്നെ ഒപ്പം നിന്ന് അവരും ഉയർത്തി വർണ്ണാഭമായ കുടകൾ, ദേവീദേവന്മാരുടെ നിശ്ചല ദൃശ്യങ്ങൾ, ശില്പങ്ങൾ ഒക്കെ അവരും വിവിധ കുടകളുടെ രൂപത്തിൽ ഉയർത്തുകയും ചെയ്തു. ആലവട്ടം, വെഞ്ചാവരമൊക്കെ തന്നെ ഇങ്ങനെ വാനിലുയർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അറിയാതെ ആ പൂര നഗരിയിൽ അങ്ങനെ അലിഞ്ഞു ചേരുകയാണ് നമ്മളെല്ലാവരും ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി വെടിക്കെട്ടിനുള്ള കാത്തിരിപ്പാണ്. കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്, കഴിഞ്ഞ തവണ വിവാദങ്ങളിൽപ്പെട്ടതാണ്. അതെല്ലാം തന്നെ വിജയകുമാർ അത് ഇറക്കി വെച്ചിരിക്കുന്നു. ആ വിഷമം ഇതാ പോയിരിക്കുന്നു. കണ്ണിറയെ, കൺകുളിർക്കെ കണ്ടിരിക്കുന്നു ആ കുടമാറ്റം, ആ ദൃശ്യവിസ്മയം. നേരത്തെ ഇലഞ്ഞിത്തറയിൽ കിഴക്കൂട്ട് അനിയന്മാരാരുടെ മേളപ്രമാണിത്വത്തിൽ. ശരി ശ്രീകാന്ത് പറഞ്ഞതുപോലെ, ശ്രീകാന്തിനെ പോലെ തന്നെ ഓരോ പൂരപ്രേമിയും ഈ പൂരപ്പറമ്പിൽ നിന്ന് മടങ്ങുന്നത് ഒരു പക്ഷേ കുറച്ച് വിഷമത്തോടെ ആയിരിക്കും. പക്ഷേ അപ്പോഴും നമുക്ക് അടുത്ത പൂരത്തിന് കാണാം എന്ന് എല്ലാ പൂരപ്രേമിയും പറയുന്നത് പോലെ നമുക്ക് അടുത്ത പൂരത്തിന് കാണാം. ഇതിലും മനോഹരമായിരിക്കും അടുത്ത പൂരം എന്നതിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. ഇതിലും മനോഹരമായ മേളവും, ഇതിലും മനോഹരമായ കുടമാറ്റവും ഇനി നടക്കാൻ പോകുന്ന